നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 4 മാസം മാത്രം ബാക്കി നിൽക്കെ UDF-ൽ ഓപ്പറേഷൻ കേരള കോൺഗ്രസ് മാണിക്ക് തുടക്കമിടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജോസ് കെ മാണിയെ UDF ക്യാമ്പിൽ എത്തിക്കാനുള്ള ഓട്ടം തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF-ൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതിനോട് അനുകൂലമായ നിലപാട് കേരള കോൺഗ്രസ് എം അന്ന് സ്വീകരിച്ചില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ UDF-ന് മേൽക്കൈ ലഭിച്ചതോടെയാണ് ഈ നീക്കം വീണ്ടും പുനരാരംഭിച്ചത്. ഈ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി കൊണ്ടുവന്ന് നിയമസഭയിൽ കരുത്തു തെളിയിക്കാനാണ് UDF ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടി നേരിട്ടെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ നഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് LDF-ൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കാമെന്നും ഇല്ലാത്ത പക്ഷം UDF-നോടൊപ്പം നിൽക്കുമെന്നുമാണ് ജോസിന്റെ നിലപാട്. കനത്ത പ്രഹരമേറ്റ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഘടക കക്ഷികളൊന്ന് ഈ ഘട്ടത്തിൽ വിട്ടുമാറുന്നത് ചെറുതല്ലാത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ അനുകൂല സാധ്യതകൾക്ക് നടുവിൽ എതിരാളിയെ രാഷ്ട്രീയമായി കൂടുതൽ ദുർബലമാക്കാൻ കൂടിയാണ് UDF നീക്കങ്ങൾ നടത്തുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ വിഷയത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചപ്പോൾ PJ ജോസഫ് മാത്രമാണ് മറുത്തൊരു നിലപാട് കൈക്കൊണ്ടത്. മാണി കോൺഗ്രസ് ഇല്ലാതെ മത്സരിച്ചിട്ടും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മികച്ച മുന്നേറ്റം നടത്താൻ UDF-ന് സാധിച്ചു എന്നതാണ് ജോസഫിന്റെ പിടിവള്ളി. അതേസമയം മാണി കോൺഗ്രസ് കൂടി എത്തിയാൽ മധ്യ കേരളത്തിൽ അത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാകുമെന്നാണ് UDF വിലയിരുത്തുന്നത്. മാത്രമല്ല മധ്യ കേരളം കൂടുതൽ ഭദ്രമാകുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. LDF-ൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി മാണി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. പഴയ തട്ടകമായ UDF-ലേക്ക് മടങ്ങുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരും പാർട്ടിയിലുണ്ട്. നിലവിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പുറമെ പറയുമ്പോഴും UDF നേതാക്കളുമായുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന സൂചനകളും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് നൽകുന്ന ഉറപ്പായിരിക്കും ജോസ് കെ മാണിയുടെ തീരുമാനം സ്വാധീനിക്കുകയെന്ന് കാണാൻ സാധിക്കും. മനുഷ്യ മൃഗ സംഘർഷങ്ങളടക്കം ജനകീയ വിഷയങ്ങൾ പ്രചാരണ ആയുധമാക്കിയാണ് മലയോര കർഷകർ ഏറെയുള്ള നിലമ്പൂരടക്കമുള്ള മേഖലകളിൽ കോൺഗ്രസ് പിടിമുറുക്കുന്നത്. ഗുരുതരമായ ഈ പ്രശ്നം അവഗണിച്ച് മുന്നോട്ട് പോകാൻ കേരള കോൺഗ്രസിന് സാധിക്കില്ല എന്നതാണ് സത്യം. അതിനിടെ LDF വിടേണ്ട സാഹചര്യമില്ലെന്ന് ജോസ് കെ മാണി പാർട്ടി നേതാക്കളോട് പറയുന്നുണ്ട്. UDF അപമാനിച്ച് ഇറക്കിവിട്ടതാണെന്ന് ഓർമ്മിക്കുന്നുണ്ട് ജോസ് കെ മാണി. നിലവിലെ ചർച്ചകളിൽ കഴമ്പില്ലെന്ന് അണികളെയും ബോധ്യപ്പെടുത്തുവാനും ജോസ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. LDF വിടേണ്ട സാഹചര്യമില്ലെന്ന് ജോസ് കെ മാണി പാർട്ടി നേതാക്കളെ അറിയിച്ചു എന്നാണ് വിവരം. UDF അപമാനിച്ച് ഇറക്കിവിട്ടതാണെന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. അതേസമയം രാഹുൽ ഗാന്ധി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടാൽ ജോസ് കെ മാണി നിലപാട് മാറ്റിയേക്കുമെന്നും പറയുന്നുണ്ട്. മുന്നണി വിടാനായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായാൽ മുന്നണി വിടുന്ന രീതി നിലവിലില്ലെന്നും സ്റ്റീഫൻ ജോർജും പറഞ്ഞു കഴിഞ്ഞു. അതേസമയം അടുത്ത ദിവസം ഡൽഹിയിൽ വീണ്ടും എത്തുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം.